കോട്ടയം കടുത്തുരുത്തിയിലുള്ള മാംഗോ മഡോസിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. രാവിലെ 6:30 കൊല്ലത്ത് എത്തുന്ന വേനാട് എക്സ്പ്രസ്സിൽ 55 രൂപ ടിക്കറ്റ് എടുത്ത് ഏറ്റുമാനൂർ വഴിയാണ് ഇവിടേക്ക് എത്തിയത്. ഏറ്റുമാനൂരിൽ നിന്നും മുട്ടിച്ചിറ ഭാഗം വരെ ബസ്സിലും അവിടുന്ന് 60 രൂപ കൊടുത്ത് ഓട്ടോയിലുമായിരുന്നു യാത്ര. NK കുര്യൻ എന്ന വ്യവസായി ഏകദേശം 120 കോടി രൂപ ചെലവാക്കി ഏതാണ്ട് 14 വർഷം കൊണ്ടാണ് ഈ പാർക്ക് ഈ രൂപത്തിലാക്കിയത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വർക്കിംഗ് ടൈം. വർക്കിംഗ് ഡേയ്സിൽ ടിക്കറ്റ് നിരക്ക് 350 രൂപയും അവധി ദിവസങ്ങളിൽ 400 രൂപയുമാണ് നിരക്ക്. 3 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ധാരാളം ആക്ടിവിറ്റികളും റൈഡുകളും ഇവിടെയുണ്ട്. ഗൈഡിങ്, ഫിഷിംഗ്, ഫിഷ് ഫീഡിംഗ്, പക്ഷി നിരീക്ഷണം, ആർച്ചറിങ്, ഷൂട്ടിംഗ്, സൈക്ലിംഗ്, കിഡ്സ് ബാൾ പൂൾ, കിഡ്സ് പാർക്ക്, പെഡൽ ബോട്ട്, കുട്ടവഞ്ചി, നീന്തൽക്കുളം, ചക്രപ്പുര, ഓടക്കുഴൽ വായന, വാച്ച് ടവർ, വള്ളത്തിൽ കയറി വെള്ളത്തിലുള്ള യാത്ര എന്നിവ സൗജന്യവും, ശിക്കാരി വള്ളം, സ്പീഡ് ബോട്ട്, ട്രെയിൻ, ഗോൾഫ് കാർ, റോപ്പ് വേ, പെയ്ഡ് സ്വിമ്മിംഗ് പൂള്, മൺകല നിർമ്മാണം എന്നിവയ്ക്ക് അഡീഷണൽ ടിക്കറ്റും എടുക്കേണ്ടതാണ്. 32 പേർക്ക് ഇരിക്കാവുന്ന ബാറ്ററിയിൽ ഓടുന്ന ട്രെയിനാണ് മാംഗോ മഡോസിൽ വരുന്നവരുടെ മനം കവരുന്നത്. ഈ ട്രെയിൻ എക്കോ ഫ്രണ്ട്ലിയാണ്. 6 കിലോമീറ്റർ ചുറ്റളവിലുള്ള പാർക്കിലെ എല്ലാ കാഴ്ചകളും ട്രെയിനിൽ ഇരുന്ന് കാണാനായി ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത കുറച്ചൊരു ഗൈഡിംഗ് ആണ്. ഗൈഡിങ്ങിന് ശേഷമാണ് ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ടിക്കറ്റ് ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നത് സ്വിമ്മിംഗ് പൂള്, ആർച്ചറി, ഷൂട്ടിംഗ്, പെഡൽ ബോട്ട്, കൊട്ടവഞ്ചി, സൈക്ലിംഗ്, ഗോകാർട്ട്, കിഡ്സ് പാർക്ക്, ബോട്ടി റൈഡ്, പെൻഡുലം റൈഡ്, ലിഫ്റ്റ് റൈഡ്, വള്ളക്കുറയില്, ഫിഷിംഗ്, ഫിഷ് ഫീഡിംഗ്, വാട്ടർ വീല്, ബോൾ പൂള്, വാച്ച് ടവർ. എക്സ്ട്രാ ചാർജ് വരുന്നത് ഈ റിക്ഷ, ബസ്, ട്രെയിന്, ഷിക്കാര ബോട്ടിങ്, ടൊള്ളി, തിയേറ്റർ, ഫുഡ് ഐറ്റം ഇതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് വരുന്നത്. ഈ കാണുന്ന ഗ്രീൻ ബിൽഡിംഗ് റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ റെസ്റ്റോറൻറ്റിൽ കയറുക. 5 മണിക്ക് പാർക്കിൻ്റെ ക്ലോസിംഗ് ടൈമാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്ന ഈ ഫ്രണ്ടിലാണ്. 1 hour ഫ്രീ ഉണ്ട്. 4:30 ക്ലോസ് ചെയ്യും. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാൻ നമ്മുടെ കൂടെ ഗൈഡുണ്ട്. ഗൈഡിങ് നടന്ന് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റിക്ഷ സൗകര്യമുണ്ട്. റിക്ഷയ്ക്ക് 250 രൂപ ചാർജ് വരുന്നത്. ഒരു വണ്ടി 4 പേർക്ക് വരെ യൂസ് ചെയ്യാം. ബസ്സും ട്രെയിനും ഒക്കെ ജസ്റ്റ് റൈഡിങ് ആയിട്ടേ ഉള്ളൂ. അത് ഗൈഡിങ്ങിന് ശേഷം എടുക്കാം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തീർക്കാൻ ഒരു ഗൈഡിൻ്റെ സേവനം അത്യാവശ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത അഗ്രികൾച്ചർ തീം പാർക്ക് എന്ന ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡും ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്ക് എന്ന URFൻ്റെ ലോക റെക്കോർഡും ഇവിടെയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരശുരാമ പ്രതിമയും കൂടാതെ വൃക്ഷകന്യക, പ്രണയജോഡികൾ എന്നു തുടങ്ങി കുട്ടൂസനും ഡാഗിനിയും വരെ ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ പ്രതിമാശേഖരം. ഇതാണ് മീനൂട്ട് പാലം. ഈ പാലത്തിൻ്റെ പ്രത്യേകത നടവഴിയിൽ ഇട്ടിരിക്കുന്ന ഷീറ്റ് 1 രൂപ നാണയം കട്ട് ചെയ്തതിൻ്റെ ബാക്കി വന്ന ഷീറ്റാണ്. മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരമാണ് മത്സ്യം. അതിൻ്റെ ആദര സൂചകമായിട്ടാണ് ഈ പാലത്തിൽ നിന്നും നമുക്ക് മീന് തീറ്റ കൊടുക്കുന്നത്. അതിൽ നിന്നുമാണ് ഈ പാലത്തിന് മീനൂട്ട് എന്ന പേര് വന്നത്. ഇതിൽ കാരി, കൂരി, വരാല്, സിലോപ്പിയ, കാർപ്പ്, കറുത്ത ആവോലി ഇങ്ങനെ 64 ഇനം കായൽ മത്സ്യങ്ങൾ ഉണ്ട്. വൈക്കത്തപ്പൻ്റെ മാതൃകയിൽ ഗംഗാധരനായ ഒരു ശിവന്റെ ശില്പവും ഇവിടെയുണ്ട്. കൽപ്പടവുകളിലൂടെ നടന്ന് ഈ ശില്പത്തെ നമുക്ക് വലം വെക്കാം. 1.5 അടി ആഴം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ധാരാളം കളർ മത്സ്യങ്ങളുണ്ട്. ഈ മീനുകൾക്ക് ആഹാരം കൊടുക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജന്മി കുടിയാൻ വ്യവസ്ഥയുടെ നേർചിത്രമായി മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു നൊമ്പരമാണ് വാഴക്കുല എന്ന കവിത. ചങ്ങൻപുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കവിതയെ ആസ്പദമാക്കി അതിലെ കഥാപാത്രങ്ങളെ ഇവിടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. ഇതാണ് വാലന്റൈൻ ഗാർഡൻ, ലവ് ട്രീ. പ്രകൃതിയും മനുഷ്യനും ഇണചേരുന്നത് നോക്കുന്ന പുതുതലമുറയെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു ചുറ്റും 4 വ്യത്യസ്ത മുളകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്.
പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മഞ്ഞമുള, ഓടക്കുഴൽ നിർമ്മിക്കുന്നതിനുള്ള ഓടമുള, ആദിവാസികൾ വീട് വെക്കുന്ന കറുത്ത മുള, പിന്നെ ലാത്തിമുള എന്നിവയാണവ. ഇവിടെ എത്തുന്നവർ പ്രകൃതിയെ കണ്ണുകൊണ്ടറിഞ്ഞാൽ മാത്രം പോരാ, മണ്ണിനെ കൈകൊണ്ടറിയണം. അതിനുവേണ്ടി കളിമണ്ണിൽ പാത്രങ്ങൾ സ്വയം നിർമ്മിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. 100 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമ്മുടെ കൈകൊണ്ട് നിർമ്മിച്ച സ്വന്തം പേരെഴുതിയ ആ കളിമൺ പാത്രം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് വേൾഡ് ബിഗ്ഗസ്റ്റ് ബൈബിൾ സ്റ്റാച്യു. തുറന്നു വച്ചിരിക്കുന്ന ഒരു ബൈബിളിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു പ്രതിമ. ഇതിൻ്റെ ചുവട്ടിലായി ഒറിജിനൽ ബൈബിളും ഉണ്ട്. നമുക്കത് വായിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ്റെ വലിയ ഒരു ശില്പവും ഇവിടെയുണ്ട്. കേരളത്തിൻ്റെ ആചാരവും വിശ്വാസവും പുതുതലമുറയ്ക്ക് അറിയാൻ വേണ്ടി സർപ്പക്കാവിൻ്റേതിനു സമാനമായ ഒരു കാവും, കാവിൽ ഉണ്ടാകേണ്ട കൽവിളക്കും, ചെടിപ്പടർപ്പുകളും കുളവും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. APJ അബ്ദുൽ കലാം മുതൽ ഭാരതം ലോകത്തിന് സമ്മാനിച്ച പ്രതിഭകളുടെ പേരാണ് ഇവിടുത്തെ ഓരോ റോഡിലും കൊടുത്തിരിക്കുന്നത്. മാംഗോ മഡോസിൽ 1500 രൂപയുടെ പാക്കേജ് എടുക്കുന്നവർക്ക് വൈകുന്നേരത്തെ അസ്തമയ സൂര്യനെ പാടത്തു നിന്നും കാണുവാനുള്ള സൗകര്യം ഉണ്ട്. കുറച്ചുകൂടി സാമ്പത്തികം ചെലവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള കോട്ടേജുകളും ഇവിടെ ലഭ്യമാണ്. സമീപവാസികളായ ആൾക്കാരെ ഉൾപ്പെടുത്തി ഒരു ബോട്ട് ക്ലബ്ബ് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ENPTC എന്നാണ് ആ ക്ലബിൻ്റെ പേര്. ഈ ബോട്ട് ക്ലബിൻ്റെ ഭാഗമായാണ് ശിക്കാരി വള്ളം സർവീസ് നടത്തുന്നത്. ഒരുപാട് വിത്തുകൾ അടങ്ങിയ ഒരു ഔഷധ സസ്യമാണ് ഈ വരുന്നത് നീലക്കൊടുവേലി. ഇതിൻ്റെ വേരിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഇതിൻ്റെ വേര് നമ്മൾ കൈ പിടിച്ച് നമ്മുടെ മനസ്സിൽ തന്നെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇത് വേര് അരിപ്പെട്ടിയിലോ പണപ്പെട്ടിയിലോ വെച്ച് കഴിഞ്ഞാൽ അത് പൊലിച്ചു വരുമെന്ന് പറയപ്പെടുന്നുണ്ട്. പൊലിച്ചത് പെരുകി വരും, ഡബിൾ ആവുക. അതുപോലെ ഇതിൻ്റെ വേര് കൂടുതൽ കാണുന്നത് ഇടിക്കാണെങ്കിൽ ഉപ്പൻ്റെ കൂടുകളിലൊക്കെയാണ്. നമ്മൾ ഇതിൻ്റെ വേര് തിരിച്ചറിയാനായിട്ട് നമ്മൾ നല്ല ഒഴുക്കുള്ളത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒഴുക്കിനെതിരെയാണ് വേര് സഞ്ചരിക്കുന്നത്. അല്ലല്ല, നമ്മൾ നഴ്സറിയിൽ ഇതിൻ്റെ ഇവിടെ 4800ഓളം സസ്യജനുസുകളും 700-ൽ പരം വൃക്ഷ ഇനങ്ങളും 146 ഇനം പച്ചക്കറികളും 101 ഇനം മാവുകളും 21 ഇനം പ്ലാവുകളും 39 ഇനം വാഴയും 25 ഇനം വളർത്തു പക്ഷികളും, ഇങ്ങനെ കണ്ടാലും കേട്ടാലും മതി വരാത്ത ഒരു ശ്രേണി തന്നെ ഇവിടെയുണ്ട്. എനിക്ക് കൗതുകം തോന്നിയത് നീലക്കൊടുവേലിയുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു മൂട് നീലക്കൊടുവേലി വാങ്ങി ഇവിടുത്തെ യാത്ര ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും എന്തെങ്കിലുമൊക്കെ കമന്റ് അടിക്കുന്ന കാര്യം കൂടി പരിഗണിക്കുക.